സംസ്ഥാനത്ത് വ്യാപകമായി വന്യമൃഗ ശല്യം രൂക്ഷമാണ് എന്നുള്ള പരാതി നിലനിൽക്കെ തന്നെ ഇപ്പോൾ തൃശൂരിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ആക്രമണമുണ്ടായി. 17-ാം ബ്ലോക്കിൽ കാട്ടാന ക്വാർട്ടേഴ്സ് തകർത്തു. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആളുകളില്ലായിരുന്നു. സനു കെ സജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സനു, ഈ അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. എല്ലാ ദിവസവും അവിടെ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള പോം വഴികളോ അല്ലെങ്കിൽ പരിഹാരങ്ങളോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുമില്ല. ഇപ്പോൾ ബ്ലോക്കിലെ കാട്ടാന ക്വാർട്ടേഴ്സ് ആണ് തകർത്തിരിക്കുന്നത്. ഭാഗ്യവശാൽ ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആളുകൾ ഇല്ലായിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളാണുള്ളത്. എല്ലാ ദിവസവും കാട്ടാന ഇറങ്ങുന്നു, അതേപോലെ തന്നെ വ്യാപകമായിട്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പതിവാണ്. എന്തായാലും ഈ ഒരു കാട്ടാന ശല്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാകുകയാണ് കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളിയിലെ എസ്റ്റേറ്റിലെ TSR പ്രദേശത്ത് ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കാട്ടാനയുടെ ക്വാർട്ടേഴ്സ് പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തെ വീടുകൾക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. വീടിനുള്ളിലുള്ള സാധനങ്ങൾ അടക്കം വലിച്ച് ഭക്ഷിച്ച ശേഷമാണ് ഈ ആന അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. കാട്ടാന ഭീതി മൂലം 60ഓളം കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ സ്ഥലം മാറി മറ്റ് പ്രദേശങ്ങളിലേക്ക് അടക്കം താമസം മാറിയിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവാത്തതാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം അല്ലെ കാട്ടാനയുടെ അക്രമം തുടർക്കഥയാവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേപോലെ തന്നെ ഫെൻസിംഗ് വേലികൾ അടക്കം സ്ഥാപിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വനം വകുപ്പിന് ഉണ്ടായിട്ടുള്ളതെന്നും പറയുന്നു. അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഓഫീസുകൾ അടക്കം കാട്ടാന കയറി ആക്രമിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന നിലയിലേക്ക് അതിരപ്പള്ളിയിലെ കാട്ടാനയുടെ ശല്യം മാറിയിരിക്കുകയാണ്. ദേവിക.